ഇതിപ്പോൾ ഞാൻ തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂരേക്ക് യാത്ര ചെയ്യുന്ന ഒരു വഴിയായിരുന്നു. അപ്പോൾ ഗംഭീര ഒരു കാഴ്ച കണ്ടിട്ട് നിന്നതാണ്. നിങ്ങളൊന്ന് നോക്കിയാ, ഇതുപോലുള്ളൊരു സ്ഥലം കണ്ടിട്ടുണ്ട് നിങ്ങൾ യാത്രക്കിടയിൽ? കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ വണ്ടി നിർത്തി നിങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുക. നമുക്കൊന്ന് അന്വേഷിച്ച് വരാം. നല്ല വത്തക്ക കണ്ടാ, എന്തായാലും ഒരു 5 കിലോൻ്റെ മേലെ തൂക്കുണ്ടാവും ഈ വത്തക്ക. നല്ല വിശാലമായ വയൽ. നമ്മളിപ്പോൾ ഏത് വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും ഇതാ എല്ലാ സ്ഥലത്തും നല്ല വിളഞ്ഞ് നിൽക്കുന്ന വത്തക്കയാണ്. വത്തക്ക എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മുടെ നാട്ടിൽ കണ്ണൂരിൽ വത്തക്ക എന്ന് പറയും, ബാക്കിയുള്ള നാട്ടിൽ തണ്ണിമത്തൻ, വാട്ടർ മെലൺ. വത്തക്ക കൃഷി മാത്രമല്ല, ഇത് നിങ്ങളൊന്ന് നോക്കിയാൽ എന്താല്ലേ, നല്ല ചുവന്ന് കിടക്കുന്ന വയൽ കണ്ടാ, എന്തൊരു രസമാണ് കാണാൻ. ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ? ഒരു ഭാഗം മുഴുവൻ ചീര കൊണ്ട് നിറഞ്ഞിട്ടുള്ളത്. തളിപ്പറമ്പിനടുത്തുള്ള ബക്കളം വയലിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ നല്ല കാഴ്ചയല്ലേ? ഇവിടെ ഓരോ ഗ്രൂപ്പായി തിരിഞ്ഞിട്ടാണ് കൃഷി ചെയ്ത് വരുന്നത്. ഓരോ ഗ്രൂപ്പിലും ഒരു 10-15 പേരുണ്ടാവും. അങ്ങനെ ഒരു 10-14 ഗ്രൂപ്പുകളാണ് ഇവിടെ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവരിവിടെ ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ്. കൃഷി വകുപ്പിൻ്റെ സപ്പോർട്ടുണ്ട്, നാട്ടുകാരുടെ സപ്പോർട്ടുണ്ട്. ഇവർ ക്ലസ്റ്റർ രൂപീകരിച്ചതിന് ശേഷം ഇവിടെ ഒരു എക്കോ ഷോപ്പ്, ബക്കളം, നമ്മുടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഒരു എക്കോ ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ആ എക്കോ ഷോപ്പിലേക്കാണ് ഇവരുടെ ഈ പച്ചക്കറികളൊക്കെ എത്തിക്കുന്നത്. അവിടെ വെച്ച് നമുക്കിത് വാങ്ങാനും പറ്റും. എൻ്റെ പേര് മനോഹരൻ. ഞാൻ വക്കളം പച്ചക്കറി ക്ലസ്റ്ററിൻ്റെ സെക്രട്ടറിയാണ്. ഇവിടെ വക്കളം വയൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 55 ഏക്കർ വരുന്ന ഒരു വയലാണ്. ഒരു വള നെൽകൃഷി ചെയ്യും, രണ്ടാമത്തെ വള പച്ചക്കറിയും
അതുപോലെ തന്നെ ഉഴുന്ന് മുതിരൊക്കെയാണ് ചെയ്യാറ്. എന്നാൽ ഇതിൻ്റെ കിഴക്ക് വശത്ത് നല്ല നിലയിൽ പച്ചക്കറി ചെയ്യുന്നുണ്ട്. പടിഞ്ഞാറ് വശത്ത് പച്ചക്കറി ചെയ്യാനുള്ള ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങളില്ല. അത് നമ്മുടെ മുൻ MLA ജെയ്സി മാത്യുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അയാളുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 2013-14 സാമ്പത്തിക വർഷം 2 ബോർവെല്ലും അതുപോലെ തന്നെ 13ഓളം ടാങ്കും നിർമ്മിച്ച് നൽകുകയുണ്ടായി. തുടർന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം 47ഓളം കർഷകർ ഗ്രൂപ്പായിട്ട് 17 ഗ്രൂപ്പായിട്ട് പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട്. 10 വർഷമായി നല്ല നിലയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നവും ഞങ്ങൾ ശേഖരിച്ച് ഞങ്ങൾക്ക് ഇവിടെ കൃഷി വകുപ്പിൻ്റെ ഒരു ഇക്കോ ഷോപ്പുണ്ട്. ഇക്കോ ഷോപ്പ് മുഖാന്തരം വിൽപ്പന നടത്തി വരുന്നുണ്ട്. കൃഷിക്കാർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഒന്നും തന്നെ പുറത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അതോടൊപ്പം തന്നെ കൃത്യമായ വിലയും കിട്ടുന്നുണ്ട്. ജനങ്ങൾക്കാണെങ്കിൽ വിഷരഹിത പച്ചക്കറി, ഞങ്ങൾ രാസകീടനാശിനികളൊന്നും തന്നെ പ്രയോഗിക്കാറില്ല. നല്ല വളവ് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചീര മുതൽ തണ്ണിമത്തൻ വരെ കൃഷി ചെയ്തു വരുന്നുണ്ട്. തണ്ണിമത്തനൊക്കെ തന്നെ വലിയ ഡിമാൻഡാണ് മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിഷു വരെ ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം 1,00,000 രൂപ വരുമാനമുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. 50,000 മുതൽ 1,00,000 രൂപ വരെ. അത് ഓരോരുത്തരും കൃഷി ചെയ്യുന്ന ഏരിയയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കർഷകർക്കാണെങ്കിൽ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നിലം ഉഴുതു കൊടുക്കും. അതിനാവശ്യമായ കുമ്മായ, വിത്ത്, വളം ഇതൊക്കെ ഈ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കും. കൃഷി വകുപ്പിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം കർഷകർ ഞങ്ങൾക്ക് അവർക്ക് ഒരു നിശ്ചിത ശതമാനം അവർക്ക് കൊടുക്കും. ബാക്കി ഈ കർഷകനെ ഏൽപ്പിക്കും. അതോടൊപ്പം തന്നെ വിറ്റ് കിട്ടുന്ന ലാഭത്തിനും ഒരു വീതം അവരുടെ ഈ കൃഷി ചെലവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആയി ഞാൻ കണ്ടത് നമ്മൾ ഈ കൃഷി ചെയ്യുന്ന കൃഷിസ്ഥലം നേരിട്ട് കണ്ട് കൃഷിക്കാരെയൊക്കെ നേരിട്ട് കണ്ട് പരിചയപ്പെട്ട് കൃഷി രീതികളൊക്കെ മനസ്സിലാക്കി പാടത്തുനിന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കി ഇവിടുന്ന് എക്കോ ഷോപ്പിൽ നിന്നും സാധനം വാങ്ങാനുള്ള സൗകര്യമുണ്ട്. ഇത് പലപ്പോഴും നമുക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ്. കൃഷി എവിടെയോ ആയിരിക്കും, സാധനം വിൽക്കുന്ന സ്ഥലം വേറെ എവിടെയോ ആയിരിക്കും. അപ്പോൾ കൃഷി രീതി എങ്ങനെയാണ്, എവിടെ കൃഷി ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാറില്ല. പക്ഷേ ഇവിടെ വന്നാൽ കൃഷി രീതിയും കാണാം, കൃഷിത്തോട്ടവും കാണാം, അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ പച്ചക്കറികൾ വാങ്ങുകയും ചെയ്യാം.